നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരിക്കുന്ന മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടുള്ള വിവരങ്ങളല്ല, പല സൈറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏകദേശ കളക്ഷൻ ഇത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ 50 കോടി ക്ലബിൽ കയറി എന്നറിയാൻ സാധിക്കുന്നു. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സിനിമ നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം ആളുകളും ആ സിനിമ സ്വീകരിക്കുന്ന സമയത്ത് നമുക്കധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത്തരത്തിൽ 50 കോടി ക്ലബിലേക്ക് ആ സിനിമയ്ക്ക് കയറാൻ സാധിച്ചു. കൂടുതൽ കളക്ഷൻ നേടി മലയാളത്തിലെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു മിഖായൽ എന്ന് പറഞ്ഞ സിനിമ. നിവിൻ പോളി നായകനായിട്ടും ഉണ്ണിമുകുന്ദൻ വില്ലനായിട്ടും എത്തിയുള്ള സിനിമയ്ക്ക് ആവറേജിന് മുകളിൽ നിൽക്കുന്ന പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് 10 കോടി രൂപ ലോകം മൊത്തം കളക്ട് ചെയ്യാൻ സാധിച്ചു. കേരളത്തിൽ നിന്ന് മാത്രം 7,47,00,000 രൂപ സിനിമ കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ തന്നെയാണ്. തുടർന്നുള്ള 2 ദിവസങ്ങൾ, അതായത് തിങ്കളാഴ്ച വരെയുള്ള കളക്ഷനാണ് പുറത്തുവിട്ടുള്ളത്. 2 ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കളക്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ 15 കോടിയോളം കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ നീയും ഞാനും എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് ചലനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്രയധികം പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കയറിയിട്ടുമില്ല. ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 89 ലക്ഷം രൂപ മാത്രമാണ്. കേരളത്തിൽ മാത്രം ലഭിച്ചിട്ടുള്ള കളക്ഷനാണ്. ഇത് വളരെ ചെറിയൊരു കളക്ഷനാണ്. പക്ഷേ വലിയൊരു താരനിര സിനിമയ്ക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമയുടെ ബഡ്ജറ്റും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം പ്രേക്ഷകർ കയറുകയാണെങ്കിൽ സിനിമ വിജയമായി മാറും. പിന്നീട് നോക്കുകയാണെങ്കിൽ അതിന്റെ മുന്നത്തെ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചത് 3,92,00,000 രൂപയാണ്. ഇത് 10 ദിവസം കൊണ്ടാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു മാസ് കളക്ഷൻ ഒന്നുമല്ല, ആവറേജിൽ താഴെ വരുന്ന ഒരു കളക്ഷൻ മാത്രമേ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. സിനിമയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ള പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കളക്ഷൻ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഏതായാലും സിനിമയ്ക്ക് നല്ല അഭിപ്രായം ആയതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ, മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിലെ ബോക്സ് ഓഫീസിന്റെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയുമെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.